അപ്പോൾ ഇനി നമുക്ക് നോക്കാനുള്ളത് അരിത്തമെറ്റിക് ഓപ്പറേഷൻസ് ആണ്. അരിത്തമെറ്റിക് ഓപ്പറേഷൻസ് അതായത് അഡീഷന്, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ തുടങ്ങിയ ഡിവിഷന് എല്ലാം പൈത്തണിൽ എങ്ങനെയാണ് ചെയ്യുക എന്നുള്ളത് നോക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് രണ്ട് നമ്പേഴ്സ് ആഡ് ചെയ്യണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പൈത്തണിൽ ജസ്റ്റ് പ്രിന്റ് ഇത് നമുക്ക് വേണ്ട രണ്ട് നമ്പർ. ഇപ്പം ഞാൻ 2 +2 ഇത്ര എഴുതിയിട്ട് റണ്ണ് കൊടുത്താൽ 10 നമുക്ക് ഔട്ട്പുട്ട് കിട്ടും. ഇത്ര പണിയേ ഉള്ളൂ. അതായത് രണ്ട് നമ്പേഴ്സ് ആഡ് ചെയ്യാൻ ഇത്ര പണിയേ ഉള്ളൂ. ഇനി നമ്മളിത് വേരിയബിൾ കൊടുത്തിട്ട്, അതായത് നമ്മൾ അഡീഷൻ ആണ് ഇപ്പോൾ നോക്കുന്നത്. അഡീഷൻ വേരിയബിൾ കൊടുത്തിട്ട് ഇപ്പം ഞാൻ x = 10, y = 20. ഇനി ഞാൻ z = x + y എന്ന് കൊടുക്കാം. എന്താണ് ഉദ്ദേശിച്ചത്? എക്സിലേക്ക് നമ്മൾ 10 അസൈൻ ചെയ്തു, വൈയിലേക്ക് 20 അസൈൻ ചെയ്തു, സിയിലേക്ക് x + y അസൈൻ ചെയ്തു. അപ്പൊ x + y അസൈൻ ചെയ്യാന്ന് പറയുമ്പോൾ സിന്റെ വാല്യൂ എന്തായിരിക്കും? നമുക്ക് പ്രിന്റ് ചെയ്ത് നോക്കാം. പ്രിന്റ് ഓക്കെ ചെയ്യുന്ന ടൈമിൽ ഇതാ 13 കിട്ടി. ഇപ്പൊ എല്ലാവർക്കും അഡീഷൻ എങ്ങനെയാണെന്ന് മനസ്സിലായിട്ടുണ്ടാവും. ഇത് കൂടുതൽ ഇത് സിമ്പിൾ ആണ്. അഡീഷൻ, സബ്ട്രാക്ഷൻ ഒക്കെ എല്ലാവർക്കും അറിയുന്നതാണ്. അത് പൈത്തണിൽ എങ്ങനെ ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ നോക്കിയത്. ഓക്കെ, ഇത് എക്സിലേക്ക് 10 അസൈൻ ചെയ്തു, വൈയിലേക്ക് 20 അസൈൻ ചെയ്തു, സിയിലേക്ക് അത് രണ്ടും കൂടി ആഡ് ചെയ്യാൻ പറഞ്ഞു കൊടുത്തു. എന്നിട്ട് നമ്മൾ സി പ്രിന്റ് ചെയ്തു. സി പ്രിന്റ് ചെയ്തപ്പോൾ നമുക്ക് 13 ഔട്ട്പുട്ട് ആയിട്ട് കിട്ടി. ഇനി ഇതുപോലെ തന്നെ നമുക്ക് സബ്ട്രാക്ഷൻ എങ്ങനെ ചെയ്യാന്നുള്ളത് നോക്കാം. സബ്ട്രാക്ഷൻ എങ്ങനെ ചെയ്യാന്നുള്ളത് നോക്കാം. എങ്ങനെയാണ്? ജസ്റ്റ് എ = 10, b = 8, e = a - b. എന്നിട്ട് പ്രിന്റ് സി എടുക്കുമ്പോൾ എന്ത് സംഭവിക്കും? 2, അതായത് 10 - 8 എന്ന് പറയുന്നത്, പിന്നെ ബാലൻസ് വരുന്നത് 2 ആണ്. അപ്പോൾ ആൻസർ 2. ഇങ്ങനെയാണ് നമുക്ക് സബ്ട്രാക്ഷൻ ചെയ്യാം. അതേപോലെ തന്നെ ഇനി മൾട്ടിപ്ലിക്കേഷന്റെ കേസിലേക്ക് വരുമ്പോൾ മൾട്ടിപ്ലിക്കേഷന്റെ കേസിലേക്ക് വരുമ്പോൾ എ = വേണ്ട, നമ്മൾ പി = എന്ന് പറയാൻ വേണ്ടി അസൈൻ ആണ് കേട്ടോ. പി അസൈൻ 10, q അസൈൻ 7, r അസൈൻ p star q. പ്രിന്റ് r. ഇത് നമ്മൾ റൺ ചെയ്ത് നോക്കുമ്പോൾ 17 എന്ന് കിട്ടി. അതായത് 10 × 7 70 എന്ന് കിട്ടി. ഓക്കെ, ഇനി വേറെ അടുത്ത അരിത്തമെറ്റിക് ഓപ്പറേഷൻ എന്താണ്? ഡിവിഷൻ. ഓക്കെ, ഡിവിഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് ഹരിക്കാൻ, രണ്ട് നമ്പേഴ്സ് തമ്മിൽ ഹരിക്കാൻ. അപ്പോ d = 10, e = 3, f = d + e, അതായത് ഹരിക്കണം എന്നുള്ളതാണ്. e കൊടുത്തു ആൻഡ് പ്രിന്റ് f. ഓക്കെ, ഇത് കൊടുക്കുന്ന ടൈമിൽ നമുക്ക് ഇത് റൺ ചെയ്യുന്ന ടൈമിൽ ഷിഫ്റ്റ് F10 അടിച്ചാൽ റൺ ചെയ്യുന്ന ടൈമിൽ 3.333 എന്ന് പറഞ്ഞിട്ട് ഒരു പോയിന്റുള്ള, അതായത് ഫ്ലോട്ട് ടൈപ്പിൽ ഉള്ള ഒരു വാല്യൂ വന്നിട്ടുണ്ട്. ഇതാണ് അതിന്റെ വാല്യൂ. ഓക്കെ, ഇത് ഓട്ടോമാറ്റിക്കലി ഫ്ലോട്ട് ആയതാണ്. ഈ ഡിവിഷൻ ആകുമ്പോൾ അത് ഓട്ടോമാറ്റിക്കലി അത് ഫ്ലോട്ടിലേക്ക് കൺവേർട്ട് ആവും. ഇതിന്റെ ടൈപ്പ് അടിച്ച് നോക്കുമ്പോൾ ടൈപ്പ് ഓഫ് എഫ് നമ്മൾ അടിച്ച് നോക്കുന്ന ടൈമിൽ അത് ഫ്ലോട്ടാണ്. ഇനി മറ്റുള്ളതിന്റെ അടിക്കുമ്പോൾ ഇതിന്റെ ടൈപ്പ് അടിച്ച് നോക്കുമ്പോൾ അതൊക്കെ ഇന്റിലാണ് വരുന്നത്. ഓക്കെ, ഈ ഡിവിഷനിലേക്ക് മാറുമ്പോൾ അവിടെ ഡെസിമൽ വരാൻ സാധ്യത ഉള്ളതുകൊണ്ട് അത് ഓട്ടോമാറ്റിക്കലി അത് ഫ്ലോട്ട് ടൈപ്പിലേക്ക്
കൺവേർട്ട് ആവും. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് വരുന്നത്. ഇനി നമുക്ക് അടുത്തൊരു അരിത്തമെറ്റിക് ഓപ്പറേഷൻ എന്ന് പറയുന്നത് മോഡുലോ എന്ന് പറഞ്ഞിട്ടുള്ളൊരു അരിത്തമെറ്റിക് ഓപ്പറേഷൻ ആണ്. അതായത് എന്താണെന്ന് വെച്ചാൽ ഞാൻ എക്സാമ്പിൾ ചെയ്ത് കാണിച്ചു തരാം, അപ്പോൾ എല്ലാവർക്കും മനസ്സിലാവും. G = 10 ആൻഡ് HS in 3. ഇനി I = G മോഡുലോയുടെ സിമ്പിൾ ഇതാണ് വരുന്നത്, പെർസെൻറ്റേജിന്റെ സിമ്പിൾ H. ഇനി നമ്മൾ പ്രിന്റ് I കൊടുക്കുമ്പോൾ നമുക്ക് 1 ആണ് ആൻസർ കിട്ടിയത്. ഓക്കെ, 1 ആണ് ആൻസർ കിട്ടിയത്. ഇവിടെ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ 10ഉം 3യും തമ്മിൽ ഹരിക്കുമ്പോൾ കിട്ടുന്ന ശിഷ്ടല്ലേ, റിമൈൻഡർ ആണ് ഈ മോഡുലോ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ 10ൽ 3 എത്ര തവണ പോവും? 3 തവണ പോവും, റൈറ്റ്? 3 തവണ പോവും. എത്ര ആയിരിക്കും കിട്ടുക നമുക്ക്? 9 ആയിരിക്കും കിട്ടുക. ബാക്കി അതിൽ ബാലൻസ് എത്ര വരുന്നത്? 1 ആണ്. ആ 1 ആണ് നമുക്ക് ഇവിടെ ഔട്ട്പുട്ട് ആയിട്ട് കിട്ടുക. ഓക്കെ, അത് വേറൊരു നമ്പർ വെച്ചിട്ട് ചെയ്യുമ്പോൾ ഒന്നുകൂടെ മനസ്സിലാവും. ഇപ്പോ 26 20ൽ 6 എത്ര തവണ പോവും? 3 തവണ പോവും. റിമൈൻഡർ എത്ര വരും? 2 ആണ് വരിക. അപ്പോൾ ഇത് റൺ ചെയ്യുമ്പോൾ നമുക്ക് 2 ആൻസർ കിട്ടും. ഓക്കെ, അപ്പോൾ മോഡുലോ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതാണ് പ്രധാനപ്പെട്ട നമ്മൾ അരിത്തമെറ്റിക് ഓപ്പറേഷൻസ്. എല്ലാ ഓപ്പറേഷൻസും എങ്ങനെയാണ് ചെയ്യുക എന്നുള്ളത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു എല്ലാവർക്കും. ഇതായിരിക്കും മിക്കവർക്കും പുതിയൊരു ഒരു ഒരു ഓപ്പറേഷൻ. അതും എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് ഒരു num1 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വേരിയബിളിന്റെ അകത്തേക്ക് ഒരു നമ്പർ 20 ഞാൻ ഇൻസെർട്ട് ചെയ്തു. num2ലേക്ക് ഞാൻ വേറൊരു നമ്പർ 13 ഇൻസെർട്ട് ചെയ്തു. എന്നിട്ട് ഞാൻ സം എന്ന് പറഞ്ഞിട്ട് ഒരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്തിട്ട് ആ സമ്മിനകത്തേക്ക് num1 പ്ലസ് num2 ഇൻസെർട്ട് ചെയ്തു. ഓക്കെ, ഇനി എനിക്ക് പ്രിന്റ് സമ്മ് കൊടുത്താൽ എന്താ കിട്ടുക? 20 + 30 15 ആയിരിക്കും കിട്ടുക, അല്ലേ? നമുക്കറിയാം 15 ആയിരിക്കും കിട്ടുക. ഇത് നമുക്ക് എങ്ങനെ എഴുതാം? ഞാൻ ഇങ്ങനെ എഴുതാൻ പറ്റും. ദ സം ഓഫ് num1 and num2 is ഇങ്ങനെ എനിക്ക് എഴുതാൻ പറ്റും. The sum of num1 and num2 is sum. ഇത് ഞാൻ റൺ ചെയ്യുമ്പോൾ എനിക്ക് എങ്ങനെ കിട്ടും ഔട്ട്പുട്ട്? The sum of 20 and 30 is 50. ഇങ്ങനെ എനിക്ക് ഔട്ട്പുട്ട് എടുക്കാൻ കഴിയും. ഇത് നമുക്ക് നേരത്തെ നമ്മൾ മുമ്പ് ചെയ്ത പോലെ ഫോർമാറ്റഡ് സ്ട്രിങ് പഠിച്ചിരുന്നല്ലോ. അത് നമ്മൾ ഫോർമാറ്റഡ് സ്ട്രിങ് പഠിച്ചിരുന്നല്ലോ. അതിലെങ്ങനെ ചെയ്യാം? അതിൽ നമുക്ക് the sum of കേളി ബ്രേസ് ഓപ്പൺ ആക്കിയിട്ട് num1 ആൻഡ് കേളി ബ്രേസ് ഓപ്പൺ ആക്കിയിട്ട് num2 ക്ലോസ് ചെയ്യാം. ഈസ് വീണ്ടും കേളി ബ്രേസ് ഓപ്പൺ ആക്കിയിട്ട് സം. ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം? റൺ ചെയ്ത് നോക്കുമ്പോൾ സെയിം ഔട്ട്പുട്ട് കിട്ടും. ദ സം ഓഫ് 20 and 30 ഈസ് 50. ഇതേപോലെ ഇത് സമ്മ് മാറ്റിയിട്ട് നമുക്ക് മൈനസ് ആക്കണം എന്നുണ്ടെങ്കിൽ ഇവിടെ ചേഞ്ച് കൊടുത്താൽ മതി. ഈ ഓപ്പറേഷൻ ഇതാണ്, ഇവിടെ നമ്മൾ അരിത്തമെറ്റിക് ഓപ്പറേഷൻ ചെയ്യുന്നത്. ഇവിടെ ചേഞ്ച് ചെയ്ത് കൊടുത്താൽ മതി. ഓക്കെ, സം ഉള്ളത് ഇവിടെ എന്താവും? സബ്ട്രാക്ഷൻ ആവും. ഓക്കെ, ഇങ്ങനെ നമുക്ക് ഓരോ ഇപ്പൊ 20 - 30 എന്ന് പറയുന്നത് -10 ആണ്. അങ്ങനെ നമുക്ക് ഓരോന്ന് ചെയ്യാൻ പറ്റും, ഓരോ ഓപ്ഷൻസ് ചെയ്യാൻ പറ്റും. ഇനി വേറൊരു കാര്യം നോക്കാനുള്ള എന്താന്ന് വെച്ചാൽ
ഇപ്പൊ നമ്മൾ ഇവിടെ നമ്പർ എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു റാൻഡായിട്ട് ഞാനൊരു വാല്യൂ ഇങ്ങനെ കൊടുക്കുകയാണ്. ഇതിന് പകരം യൂസർ, അതായത് യൂസർ എന്ത് വാല്യൂ കൊടുത്താലും അത് ഔട്ട്പുട്ട് ആയിട്ട് കിട്ടണം. യൂസർ എന്താണ് കൊടുക്കുന്നത് അത് നമുക്ക് ഔട്ട്പുട്ട് ആയിട്ട് കിട്ടണം. അതിനെ എന്താ ചെയ്യുക, ഞാൻ ആദ്യം നെയിം ഈക്വൽ ടു യൂസർ കയ്യിൽ നിന്ന് എനിക്ക് ഔട്ട്പുട്ട് എടുക്കണം. ഇവിടെ നമ്മൾ മുമ്പ് ചെയ്തിരുന്നത് നെയിം ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ട് ജസ്റ്റ് ഒരു നെയിം റാൻഡായിട്ട് ഇങ്ങനെ എഴുതുകയാണ് ചെയ്തിരുന്നത്. പകരം ഇവിടെ എന്താണോ യൂസർ ചെയ്യുന്നത്, യൂസർ എന്താണോ ഇൻപുട്ട് കൊടുക്കുന്നത് അത് നമുക്ക് പ്രിന്റ് ചെയ്ത് കിട്ടണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇവിടെ ചെയ്യുക ഇൻപുട്ട് ഓഫ് എന്ന് പറഞ്ഞിട്ട് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് അതിൻ്റെ അകത്ത് ഫോഴ്സിൽ വാട്ട് ഈസ് യുവർ നെയിം, വാട്ട് ഈസ് യുവർ നെയിം എന്ന് പറഞ്ഞിട്ട് വാട്ട് ഈസ് യുവർ നെയിം, അതിനുശേഷം ഏജ് കൊടുക്കാം. ഏജ് അതും യൂസർ കയ്യിൽ നിന്ന് ഇൻപുട്ട് ഓഫ് വാട്ട് ഈസ് യുവർ ഏജ്. ഇങ്ങനെ യൂസർ കയ്യിൽ നിന്ന് രണ്ട് ഇൻപുട്ട് വാങ്ങി. ഇനി എനിക്കിത് പ്രിന്റ് ചെയ്യണം. പ്രിന്റ് ചെയ്യാൻ എനിക്ക് പ്രിന്റ് വെൽക്കം അല്ലെങ്കിൽ പ്രിന്റ് ഇങ്ങനെ മൈ നെയിം ഈസ് ഫോർമാറ്റഡ് സ്ട്രിങ്ങിൽ എഫ് കൊടുത്തിട്ട് മൈ നെയിം ഈസ് നെയിം ആൻഡ് മൈ ഏജ് ഈസ് ഏജ്. ഓക്കെ, ഇപ്പൊ എന്താ സംഭവിക്കാം, ഇനി യൂസർ ടൈപ്പ് ചെയ്യണം നെയിമും ഏജും. നമുക്കിതൊന്ന് റൺ ചെയ്ത് നോക്കാം. ഇതാ ഇവിടെ ചോദിച്ചിട്ടുണ്ട് ടീച്ചർ നെയിം. ഇപ്പൊ ഞാനിവിടെ നെയിം കൊടുത്തു ആലീസ്, ആലീസ് കൊടുത്തു, എൻ്റർ കൊടുത്തു. നെക്സ്റ്റ് ഏജ് വെച്ച് ഏജ് ഞാനൊരു 20 കൊടുത്തു, എൻ്റർ കൊടുത്തു. അപ്പോൾ മൈ നെയിം ഈസ് ആലീസ് ആൻഡ് മൈ ഏജ് ഈസ് 20. അതായത് ഇവിടെ യൂസർ എന്താണോ ടൈപ്പ് ചെയ്തത് അതാണ് ഇവിടെ ഔട്ട്പുട്ട് ആയിട്ട് വന്നത്. ഒന്നുകൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ, ഇപ്പൊ അത് ചോദിച്ചിട്ടുണ്ട്. ഞാനിവിടെ ജോൺ എന്നുള്ളൊരു പേര് കൊടുത്തു, ഏജ് 13 എന്ന് കൊടുത്തു. അപ്പോൾ മൈ നെയിം ഈസ് ജോൺ ആൻഡ് മൈ ഏജ് ഈസ് 30. അതായത് എന്താണ് യൂസർ കൊടുത്തത് ആ യൂസറെ കയ്യിൽ നിന്ന് ഇൻപുട്ട് വാങ്ങുന്നു. ആ ഇൻപുട്ട് വാങ്ങാനാണ് ഇവിടെ ഇൻപുട്ട് ഓഫ് നമ്മൾ യൂസ് ചെയ്തത്. എന്നിട്ട് ആ ഇൻപുട്ടാണ് നമുക്കിവിടെ ഔട്ട്പുട്ടായിട്ട് ഇവിടെ തന്നത്. ഓക്കെ, ക്ലിയർ ആയി എന്ന് വിചാരിക്കും. എന്തെങ്കിലും തരത്തിലുള്ള സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ ചോദിക്കാം. ഇനി നമ്മൾ ചെയ്യാൻ പോകേണ്ടത് എന്താ വെച്ചാൽ നേരത്തെ ചെയ്ത അരിത്തമെറ്റിക് ഓപ്പറേഷൻസ് യൂസറെ കയ്യിൽ നിന്ന് വാങ്ങിയിട്ട് എങ്ങനെ ചെയ്യാന്നുള്ളതാണ്. എൻ്റർ എ നമ്പർ, num2 equal to input of enter second. ഇനി നമുക്ക് പ്രിന്റ് ഫോർമാറ്റ് സ്ട്രിംഗ് തന്നെ sum of num1 and num2 is sum എന്ന് കൊടുക്കാം. അവിടെ സം ഈക്വൽ ടു num1 പ്ലസ് num2. ഓക്കെ, അങ്ങനെ കൊടുത്തു. ഇത് ഞാൻ എൻ്റർ ചെയ്യുമ്പോൾ എന്ത് വരണം, ആദ്യം യൂസറെ കയ്യിൽ നിന്നൊരു ഇൻപുട്ട് വാങ്ങണം. ദെൻ രണ്ടാമത് യൂസറെ കയ്യിൽ നിന്ന് രണ്ടാമതൊരു ഇൻപുട്ടായിട്ട് രണ്ടാമതൊരു നമ്പർ വാങ്ങണം. എന്നിട്ട് അത് രണ്ടും കൂടി ആഡ് ചെയ്തിട്ട് എനിക്ക് ഔട്ട്പുട്ട് വരണം. എങ്ങനെ, സം ഓഫ് num1 num2 ഈസ് എന്ന് പറഞ്ഞിട്ട് സം എത്രയാണെന്ന് വെച്ചാൽ അത് ഇവിടെ എനിക്ക് ഔട്ട്പുട്ട് ആയിട്ട് വരണം. ഇത് ഇനി നമുക്കിത് റൺ ചെയ്ത് നോക്കാം. റൺ ചെയ്ത് നോക്കുമ്പോൾ എന്താ സംഭവിക്കാൻ നോക്കാം. നമുക്ക് എന്താ കിട്ടണം, നമ്മൾ രണ്ട് നമ്പേഴ്സ് എൻ്റർ ചെയ്യുമ്പോൾ ഇപ്പൊ ഞാൻ 10+20 ആണ് നോക്കുന്നത്. അപ്പൊ എനിക്ക് 30 ഔട്ട്പുട്ട് കിട്ടണം. സം ഓഫ് 10 ആൻഡ് 20 ഈസ് 30 എന്നല്ല കിട്ടിയത്, എനിക്ക് 10 20 എന്നാണ് കിട്ടിയത്. കാരണം എന്താ, ഈ നമ്മൾ യൂസറെ കയ്യിൽ നിന്ന് ഇൻപുട്ട് വാങ്ങുന്നത് 10ഉം 20 ആണ്.
യൂസറെ കയ്യിൽ നിന്ന് ഇൻപുട്ട് ഓഫ് എന്നതിൽ നമ്മൾ ഡിഫോൾട്ട് ആയിട്ട് എന്ത് വാങ്ങിയാലും അത് സ്ട്രിങ് ടൈപ്പിലാണ് യൂസർ നമുക്ക് തരാം. ഓക്കെ, സ്ട്രിങ്, അതായത് സ്ട്രിങ് ഡാറ്റ ടൈപ്പിലാണ് നമുക്ക് തരാം. അപ്പോ ഉദാഹരണത്തിന് ഞാനിവിടെ ടൈപ്പ് ഓഫ് പ്രിന്റ് ടൈപ്പ് ഓഫ് num1 എന്ന് കൊടുത്താൽ, num1ന്റെ ടൈപ്പ് എന്താണെന്ന് കൊടുത്തിട്ട് പ്രിന്റ് ചെയ്താൽ 10 20 സ്ട്രിങ് ആയിട്ടാണ് അത് വന്നിട്ടുള്ളത്. സ്ട്രിങ് നമുക്ക് അഡീഷൻ വർക്ക് ആണെന്നുണ്ടെങ്കിൽ അത് എന്തിലായിരിക്കണം? നമ്പർ ഫോർമാറ്റിലായിരിക്കണം, ഇൻറ്റീജർ ആയിരിക്കണം. പക്ഷെ ഇവിടെ നമ്മൾ സ്ട്രിങ് ആയിട്ടാണ് നമ്മൾ കൊടുത്തിട്ടുള്ള വാല്യൂ റീഡ് ആയിട്ടുള്ളത്. അതുകൊണ്ടാണ് സ്ട്രിങ് ആയിട്ട് തന്നെ അത് 10 20 എന്ന് പറഞ്ഞിട്ട് ആ വാല്യൂ എന്ത് ചെയ്തത്? കോൺകാറ്റിനായത് 10ഉം 20ഉം ആഡ് ചെയ്യാൻ പറഞ്ഞപ്പോൾ അത് രണ്ടും കൂടി ചേർത്ത് വെച്ചു. കാരണം അത് നമ്പർ അല്ല, കമ്പ്യൂട്ടറിന് അത് നമ്പർ അല്ല, അത് എന്താണ്? സ്ട്രിങ് ആണ്. അപ്പൊ അത് നമ്പർ ആയിട്ട് ഇത് ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ സ്വീകരിക്കുന്ന ഇൻപുട്ട് നമുക്ക് ഇൻറ്റീജറിലേക്ക് കൺവേർട്ട് ചെയ്യണം. ഇൻറ്റീജറിലേക്ക് കൺവേർട്ട് ചെയ്യാൻ ഒരു പണിയില്ല, ജസ്റ്റ് ഈ ഇൻപുട്ടിന്റെ മുമ്പ് ഇന്റ് എന്ന് കൊടുത്താൽ മതി. ഇന്റ് എന്ന് ഇട്ട് കൊടുക്കാം. ഓക്കെ, അത് ഇന്റ് എന്നിട്ടിട്ട് ഇങ്ങനെ കൊടുക്കുക. ഇനി നമുക്കിത് വേറെ ഏതെങ്കിലും ഫോർമാറ്റിലേക്ക്, ഇനി ഫ്ലോട്ടിലേക്കാണോ കൺവേർട്ട് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ ഇവിടെ ഫ്ലോട്ട് എന്നിട്ട് കൊടുത്താൽ മതി. ഓക്കെ, അങ്ങനെ നമുക്ക് ഏത് ഡാറ്റ ടൈപ്പിലേക്കാണോ ചേഞ്ച് ചെയ്യേണ്ടത് അത് ഇങ്ങനെ കൺവേർട്ട് ചെയ്യാം. ഇത് റൺ ചെയ്യുമ്പോൾ 10 20 കണ്ടോ, ഇപ്പൊ ഇൻറ്റീജർ ആയിട്ട് മാറി. അതിന്റെ നമ്മളെ ഔട്ട്പുട്ട് സം ഓഫ് 10 and 20 is 30, അതും കറക്റ്റ് ആയിട്ട് വന്നു. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് യൂസറെ കയ്യിൽ നിന്ന് ഇൻപുട്ട് വാങ്ങുക, അത് പ്രിന്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ഉദ്ദേശിച്ചത്. അപ്പോൾ ഇതുവരെ പറഞ്ഞിട്ടുള്ള എല്ലാ കാര്യങ്ങളും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും തരത്തിലുള്ള സംശയങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ചോദിക്കുക, കമൻ്റ് ആയിട്ട് ചോദിക്കുക, ക്ലിയർ ചെയ്യുക. അപ്പോൾ ഇതിന്റെ തുടർന്നുള്ള വീഡിയോസ് ഉടനെ തന്നെ വരുന്നതാണ്. സ്റ്റേ ട്യൂൺ. താങ്ക് യു.